ഉത്തരാഖണ്ഡിലെ ഔറംഗസേബ് പേര് മാറ്റിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ഇന്നലെയാണ് തീരുമാനം വന്നത്. 15 സ്ഥലങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട്. ഭൂരിപക്ഷവും ഇസ്ലാമികമായ സ്ഥലങ്ങളുടെ പേരുകളാണ് മാറ്റിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഔറംഗസേബിൻ്റെ പേരിലുള്ള സ്ഥലം. അതിൻ്റെ പേര് ഔറംഗസേബ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് ശിവാജി നഗർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ശിവജി എന്ന് പറഞ്ഞ മറാത്ത രാജാവിനെ ഹിന്ദുക്കളുടെയൊക്കെ ആരാധനാപാത്രമാണ്, വീരനാണ്. ശിവാജിയെ മുമ്പ് തടവിലിട്ടയാളാണ് ഔറംഗസേബ്. ഔറംഗസേബ് ശിവാജിയെ തടവിലിട്ടത് 9 വയസ്സുള്ള മകൻ അന്ന് സാംഭാജി, രണ്ടുപേരെയും കൂടി തടവിലിട്ടത് ആഗ്രയിലാണ്. ആഗ്രയിൽ വലിയ സ്മാരകം വരാൻ പോകുന്നുണ്ട്. അത് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ചേർന്നാണ് സ്മാരകം ഉണ്ടാക്കുന്നത്. ഫട്നാവിസും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, യോഗിയും സംസാരിച്ചിട്ടുണ്ട്. അത് ഇനി മുതൽ ആളുകൾ ആഗ്രയിൽ ഒരു സ്മാരകം കാണാൻ വരുന്നത് താജ്മഹൽ കാണാനായിരിക്കില്ല, ഇത് കാണാനായിരിക്കും എന്ന് കഴിഞ്ഞ ദിവസം യോഗി ഒരു മീറ്റിങ്ങിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഈ 15 സ്ഥലപ്പേര് ഇന്നലെ മാറ്റിയിരിക്കുന്നത് ഔറംഗസേബ് ശിവാജി നഗറായി. പുഷ്കർ സിംഗ് ധാമി മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇത് പൊതുവികാരവും നമ്മുടെ ഹിന്ദു സംസ്കൃതി, ഇന്ത്യയുടെ പ്രാചീന സംസ്കൃതിയും കണക്കിലെടുത്തിട്ടാണ് ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 15 സ്ഥലങ്ങൾ 4 ജില്ലകളിലുള്ളതാണ്. ഹരിദ്വാർ ജില്ല, ഡെറാഡൂൺ ജില്ല, നൈനിറ്റാൾ ജില്ല, ഉദ്ധം സിംഗ് നഗർ, ഈ 4 ജില്ലകളിലാണ് ഈ 15 സ്ഥലങ്ങൾ. അപ്പോൾ ഹരിദ്വാറിൽ അവിടെയാണ് ഈ ഔറംഗസേബ് ശിവാജി നഗറായി, ന്യായമാണ്. പിന്നെ ഗജിവാലി അത് ആര്യനഗറായി. ചന്ദ്പൂർ ജ്യോതിബ ഫൂലെ നഗറായി, സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പേരിട്ടു. ജ്യോതിബ ഫൂലെ ദലിതുമാണല്ലോ, അപ്പോൾ ഒന്നും പറയാൻ വൃത്തിയില്ല. മുഹമ്മദ്പൂർ ജാട്ട്, അതിൻ്റെ പേര് മോഹൻപൂർ ജാട്ട് എന്നാക്കി. ഗാൻപൂർ കുർസ്ലി, അതിൻ്റെ പേര് അംബേദ്കർ നഗർ എന്നാക്കി. അപ്പോൾ വേറെയും ദലിത് പേര് വന്നു. ഇന്ദ്രീഷ്പൂരിൻ്റെ പേര് നന്ദ്പൂർ എന്നാക്കി. ഗാൻപൂരിൻ്റെ പേര് നേരത്തെ പറഞ്ഞത് ഗാൻപൂർ കുർസ്ലി എന്നുണ്ട്, ഇത് വെറും ഗാൻപൂർ. അപ്പോൾ 2 ഗാൻപൂർ ഉണ്ട് അവിടെ. ശ്രീകൃഷ്ണപൂർ എന്നാക്കി ഗാൻപൂരിൻ്റെ പേര്. അക്ബർപൂർ ഫസൽപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിൻ്റെ പേര് വിജയനഗർ എന്നാക്കി. ഡെറാഡൂണിൽ മിയാൻവാല, അതിൻ്റെ പേര് രാംജി വാല എന്നാക്കി. പിർവാല, അതിൻ്റെ പേര് കേസരി നഗർ എന്നാക്കി. ചാന്ദ്പൂർ ഗുർദ്, അതിൻ്റെ പേര് പൃഥ്വിരാജ് നഗർ എന്നാക്കി. അപ്പോൾ പൃഥ്വിരാജിൻ്റെ പേരിലും ഒരു സ്ഥലം വന്നിട്ടുണ്ട്. അബ്ദുള്ള നഗർ, അത് ദശ് നഗർ എന്നാക്കി. എത്ര പേരുകളല്ലേ. നൈനിറ്റാളിൽ നവാബി റോഡ് എന്ന് പറഞ്ഞ സ്ഥലം, അത് റോഡാണ്, അടൽ മാർഗ് എന്നാക്കി. വാജ്പേയിയുടെ പേരിട്ടു. പഞ്ചക്കി മുതൽ IT റോഡ് വരെയുള്ള ആ റോഡ്, അതിൻ്റെ പേര് ഗോൾവൽക്കർ മാർഗ് എന്നാക്കി, പുനർനാമകരണം. ഉദ്ധം സിംഗ് നഗറിൽ സുൽത്താൻപൂർ പട്ടി, അതിൻ്റെ പേര് കൗസല്യപുരി എന്നാക്കി, രാമൻ്റെ കുടുംബത്തിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു, ഈ BJPയുടെ ഉത്തരാഖണ്ഡ് മാധ്യമ കൺവീനർ മൻവീർ ചൗഹാൻ പറഞ്ഞു, മഹാന്മാരെ ആദരിക്കാനുള്ള, നമ്മുടെ മഹാന്മാരെ ആദരിക്കാനുള്ള രീതിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെ സംരക്ഷിച്ചവരുടെ പേരുകളാണ് സ്ഥലങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. അധിനിവേശക്കാരുടെ ഭീകരത ഓർമ്മിപ്പിക്കുന്ന സ്ഥലപ്പേരുകൾ ഞങ്ങൾ മാറ്റി. അതാണ് ഔറംഗസേബിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് എങ്ങും തൊടാതെയാണ് പറഞ്ഞത്, ഞങ്ങളിതിനെ പിന്തുണയ്ക്കാനുമില്ല, ഇതിനെ എതിർക്കാനുമില്ല എന്ന് പറഞ്ഞിട്ട് സൂത്രത്തിൽ മാറിക്കളയുകയാണ് ചെയ്തത്. ഇത് നമ്മൾ ഇപ്പോൾ ഡൽഹിയിലും മറ്റേ കോളനി ഭരണത്തിൻ്റെ ശേഷിപ്പുകളൊക്കെ എടുത്ത് കളയുകയൊക്കെ ചെയ്തല്ലോ. വിക്ടോറിയയുടെ പേരിലും ജോർജ് ആറാമിൻ്റെ പേരിലും
ഒക്കെയുള്ള സ്ഥലങ്ങളുമൊക്കെ ഉം. എടുത്തു കളയുകയും സുഭാഷ് ബോസിന്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ വന്നു. രാജ്പഥ് എന്നൊക്കെയുള്ള പേരുകളൊക്കെ വന്നല്ലോ. പിന്നെ മഹാരാഷ്ട്രയിലാണെങ്കിൽ അഹമ്മദ് നഗർ ഉം. എന്നുള്ള പേര് മാറ്റിയിട്ട് അഹില്യ ബായി ഉം. ഹോൾക്കറിന്റെ പേര് അഹില്യ നഗർ ഉം. എന്നിട്ടു. അവിടെ തന്നെ ഔറംഗസേബിന്റെ പേരിൽ സ്ഥലം ഉണ്ടായിരുന്നു, ഉം. ഔറംഗാബാദ്. അത് ശിവജിയുടെ മകന്റെ പേര് കൊടുത്തു, സാംബാജി നഗർ എന്ന് കൊടുത്തു. ഇതിനു മുമ്പും ഇങ്ങനെ പല സ്ഥലപ്പേരുകളും നമ്മുടേതായിട്ട് മാറുന്നുണ്ട്. ഇത് വളരെ നേരത്തെ തന്നെ മാറിപ്പോകേണ്ടതായിരുന്നു. പക്ഷെ കോൺഗ്രസ് ഭരണകാലത്ത് അതിനൊന്നുമുള്ള ചങ്കൂറ്റം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ശിവജിക്കൊരു സ്മാരകം വരുന്നത്. ഔറംഗസേബിന്റെ പേരാണല്ലോ അവിടെയും മാറ്റുന്നത്. ഔറംഗസേബ് തടവിലിട്ട ആഗ്രയിൽ വലിയ ഒരു ബൃഹത് സ്മാരകം വരാൻ പോകുന്നു. അവിടെ മുഗളന്മാർക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫട്നാവിസ് ചോദിച്ചു, മുഗളർക്ക് ശരിക്കും ആഗ്രയുമായിട്ട് എന്ത് ബന്ധമാണ്? ശരിക്കും അതുമായിട്ട് ബന്ധമുള്ളത് ശിവജിക്കാണ്. ഞങ്ങള് മുഗൾ മ്യൂസിയം അവിടെ ശിവാജി മ്യൂസിയം ആക്കിയിട്ടുണ്ട്. മുഗൾ മ്യൂസിയം എന്നുള്ള പേരും അവിടെ മാറിപ്പോയിട്ടുണ്ട്, ശിവജി മ്യൂസിയം ആക്കിയിട്ടുണ്ട് ഈ യോഗിയുടെ ഉത്തർപ്രദേശില്. അപ്പോൾ 635 കോടി രൂപയുടെ പദ്ധതികൾ ആഗ്രയിൽ കഴിഞ്ഞ ദിവസം യോഗി പ്രഖ്യാപിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. പിന്നെ ബ്രജ് ഭൂമി, വൃന്ദാവൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ആഗ്ര. ശരിക്കും ഹിന്ദുക്കളുടെ ഒരു കേന്ദ്രമാണത്. അതാണ് ഈ താജ്മഹലിന്റെ പേരിൽ നിൽക്കുന്നത്. ബ്രജ് ഭൂമിയും വൃന്ദാവനുമാണ്. ബംഗെ ബിഹാരിയുടെയും രാധാ റാണിയുടെയും സ്ഥലമാണിത്. യോഗി പറഞ്ഞു ആഗ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വിരാസത്തും വികാസവും രണ്ടുമാണ് കൊണ്ടു നടക്കുന്നത്. വിരാസത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃകം, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ കാശി വിശ്വനാഥ് ഇടനാഴി, അയോധ്യ, മധുര, ഇനി മധുരയും വൃന്ദാവനുമാണ് എന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞു. ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. വൃന്ദാവനിലെ ബംഗെ ബിഹാരി ഇടനാഴിക്ക് ബജറ്റിൽ ഇപ്പോൾ തുകയും വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മഹാരാഷ്ട്രയിലെ ഈ ആഗ്രയില് ശിവജിക്ക് സ്മാരകം ഉണ്ടാക്കാനായിട്ട് അവിടെ സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു പ്രമേയം പാസാക്കിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് യോഗിയുടെ പ്രഖ്യാപനവും വന്നത്. ആ സ്മാരകത്തില് ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞത്. മഹാരാഷ്ട്ര ഉത്തർപ്രദേശിൽ നിന്നൊരു സ്ഥലം വാങ്ങി ശിവാജിയുടെ സ്മാരകം പണിയാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പൊ യോഗിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ 2 സർക്കാരും കൂടി പണം മുടക്കിയത് ജോറാക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആഗ്രയിലാണ് വീട്ടുതടങ്കല്. അതായത് അങ്ങോട്ട് സന്ധി സംഭാഷണത്തിന് ഔറംഗസേബ് ക്ഷണിച്ചതാണ്. കുഴപ്പമായിരിക്കുന്നുള്ള തോന്നലൊക്കെ ശിവജിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ തടവിലാക്കുകയായിരുന്നു. അപ്പൊ ഉണ്ടാകാൻ പോകുന്നത് അവിടെ നിന്ന് പിന്നീട് തടവ് ചാടി രക്ഷപ്പെട്ടു. സന്യാസിയുടെ വേഷത്തില് ശിവജി രക്ഷപ്പെട്ടു. അപ്പൊ ധീരതയുടെ സ്മാരകമാണ് വരാൻ പോകുന്നതെന്ന് യോഗി പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിനോട് ചേർന്ന് മ്യൂസിയം, ഓഡിയോ വിഷ്വൽ, ഡോക്യുമെന്ററി കേന്ദ്രങ്ങളൊക്കെ കാണും. ഇപ്പോൾ ഒരു വിദഗ്ധരുടെ പാനലിനെ ടൂറിസം മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്മാരകം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. താജിനേക്കാൾ സന്ദർശകർ അവിടെ കൂടും എന്നും പറഞ്ഞിട്ടുണ്ട്. 395-ാം ജന്മവാർഷികമായിരുന്നു ഫെബ്രുവരി 19-ാം തീയതി ശിവജിയുടെ 395. അപ്പോൾ ഫട്നാവിസ് ആഗ്രയിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മീന ബസാറിലായിരിക്കും ഈ സ്മാരകം ആഗ്രയിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഗ്രയിൽ നിന്ന് ശിവജി, ബൽരാജ്, ശംഭുരാജ് എന്നിവരെ ആണ് അന്ന് പലായനം ചെയ്തത്. കൂടെ മാവില എന്ന് പറഞ്ഞ ആളെയും കൂട്ടിയിരുന്നു. അവരെയാണ് ഔറംഗസേബ് തടവിലാക്കിയത്. അപ്പോൾ ഫട്നാവിസ് പറഞ്ഞു, അമ്മയാണ് സത്യം, താജിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ സ്മാരകത്തിലേക്ക് വരും, അല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിക്കോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്കിട്ടോ എന്ന് പറയുന്ന പോലെ ഫട്നാവിസ് പറഞ്ഞു. അപ്പോൾ വലിയ രീതിയിലാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1666 ഓഗസ്റ്റ് 17-നായിരുന്നു ഈ സംഭവം ശിവജിയുടെ അവിടെ നിന്നുള്ള ഈ തടവിലൊക്കെ ആകുന്നത്. ഔറംഗസേബ്
ശിവജിയെ ആഗ്രയ്ക്ക് ക്ഷണിച്ചിട്ട് കെണി വെക്കുകയായിരുന്നു. തടവിലാക്കി. എന്നിട്ട് രോഗം ബാധിച്ചു. ശിവജി രോഗം ബാധിച്ചിട്ട് ഇനി പഴമേ തിന്നാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ട നിറച്ച് പഴവും പലഹാരവും ഒക്കെ. ഈ രോഗം മാറാൻ വേണ്ടി നേർച്ചയുണ്ട്. സന്യാസിമാർക്ക് വലിയ കൊട്ടകൾ നിറച്ച് പഴവും ഈ പലഹാരവും കൊടുത്താലേ രോഗം മാറുള്ളൂ എന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സന്യാസിമാർക്ക് ഈ തടവിൽ പാർപ്പിച്ച സ്ഥലത്ത് നിന്ന് കൊട്ടകളിൽ പഴവും പലഹാരവും കൊടുത്തയക്കുന്നുണ്ടായിരുന്നു. അങ്ങനൊരു കൊട്ടയിലാണ് ശിവജി പലഹാരം എന്ന വ്യാജേന രക്ഷപ്പെട്ടത്. ഇതാണ് ചരിത്രത്തിൽ പറയുന്നത്. കാവൽക്കാർ അലസരായിരുന്നു. കാരണം സ്ഥിരമായിട്ട് ശിവജിയുടെ കൊട്ടകൾ പോകുന്നുണ്ടല്ലോ. അങ്ങനെ പോകുന്നതാണ്, പലഹാരമാണ് പോകുന്നത്, പഴമാണ് പോകുന്നതെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. പോയത് ശിവജി ആയിരുന്നു. പരിശോധിക്കാതെ കടത്തിവിട്ടതാണ്. അങ്ങനെ 9 വയസ്സുള്ള സാംബാജിയും ഒരു രാത്രി, അത് ദീപാവലി കാലമായിരുന്നു. ദീപാവലി കാലമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ സന്യാസിയായിട്ട് കടന്നു കളയാൻ എളുപ്പവുമായിരുന്നു. 1659 ശിവജിയെ നേരിടാനായിട്ട് അഫ്സൽ ഖാൻ വന്നിരുന്നു. 7 അടി ഉയരമുള്ള ഈ മുഗൾ യോദ്ധാവ്. ബീജാപ്പൂര് സുൽത്താന്റെ കെണിയായിരുന്നു അത്. പ്രതാപ്ഗഡ് കോട്ടയിൽ ഈ സന്ധി സംഭാഷണത്തിന് അഫ്സൽ ഖാനെ കാണാൻ പോകുമ്പോൾ കുഴപ്പമാണെന്ന് അറിഞ്ഞിട്ട് ഉള്ളിലെ ലോഹ കവചം ധരിച്ചിരുന്നു ശിവജി. എന്നിട്ട് വാഗ് നക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ, ഈ കടുവ നഖം പോലെ, പുലിയുടെ നഖം പോലത്തെ ഒരു ആയുധം ശിവജിയുടെ കയ്യിലുണ്ട്. അത് ഇപ്പൊ നമ്മൾ തിരിച്ച് പ്രദർശനത്തിന് മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നിരുന്നു ബ്രിട്ടനിൽ നിന്ന്. ആ വാഗ് നക്ക് വെച്ചിട്ട് ആക്രമിച്ചു. ശിവജി അയാൾ കുത്താൻ നോക്കി. ഇപ്പം 3 കൊല്ലം മുമ്പ് ആണ് പ്രതാപ്ഗഡ് കോട്ട ഒക്കെ നന്നാക്കിയതും ഒക്കെ. അപ്പോൾ 1680 ആണ് ഈ രോഗം, പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 1680 ഏപ്രിൽ 3 ആണ് റായ്ഗഡ് കോട്ടയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ശിവജി. അപ്പോൾ ആ സ്ഥലത്താണ് വരുന്നത്. അപ്പൊ ചരിത്രം മൊത്തത്തിൽ മാറി. ഔറംഗസേബ് ആരാണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. ഇപ്പൊ ഒരു സിനിമ വന്നതുകൊണ്ട് ഗോദ്ര കലാപം എന്തായിരുന്നു, അതായിരുന്നു തുടക്കം എന്നുള്ളതൊക്കെ ആളുകൾക്ക് മനസ്സിലായില്ലേ. ഓരോ വൃത്തികേട് കാണിക്കുമ്പോഴും ചരിത്രം തിരിഞ്ഞു വരും. സത്യത്തിന് സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയാലും അതെന്തെങ്കിലും പൊങ്ങി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.